ഗൈസ് ഇപ്പം വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചില ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാണ് ഞാൻ കോൺഗ്രസ് ആണോ അല്ലെങ്കിൽ ഞാൻ ബി.ജെ.പി ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാരണം പല പാർട്ടീസിന്റെയും നല്ല നല്ല പോസ്റ്റുകൾ കണ്ടന്റ്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റോറീസ് ഒക്കെ ആയിട്ട്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം മേടിക്കുകയാണ്. ഇപ്പം പുതിയ സീരീസ് ഫോണൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്പെക്കും കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് നോക്കിയിട്ടൊക്കെയല്ലേ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുള്ളൂ. പക്ഷെ വോട്ടിന്റെ കേസ് വരുമ്പോൾ നമ്മളതൊരു ബാധ്യത പോലെ ഒരു പാർട്ടിക്ക് കൃത്യമായി പോയിട്ട് വോട്ട് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒരു പാർട്ടിയെ ഫോളോ ചെയ്യുന്ന തരത്തിലുമല്ല, ഞാനൊരു പാർട്ടീനെ ഫോളോ ചെയ്യുന്നില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നോക്കും. നമുക്കിപ്പോൾ ഉള്ള പാർട്ടീസിന്റെ അകത്ത് വെച്ചിട്ട് ആരാണോ നമുക്ക് ബെസ്റ്റ് ലീഡേഴ്സ്, ആ പാർട്ടിന്റെ അകത്തിരിക്കുന്ന ലീഡേഴ്സിന്റെ കാപ്പബിലിറ്റീസ്, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു പാർട്ടിനോട് കറന്റ് ഫേവറബിൾ ആയി തോന്നും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിപ്പോ നെക്സ്റ്റ് ഇയർ വരുമ്പോൾ നമ്മൾ അടുത്ത പാർട്ടി ആണെങ്കിലും അവര് അവര് ലീഡേഴ്സിനെ ഒക്കെ നല്ലോണം മാറ്റി കുറച്ചുകൂടി അവരുടെ ഒരു സ്പെക്കും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കൂട്ടിയെന്ന് തോന്നിയാൽ കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിന്റെ ആവശ്യമുള്ളൂ. അല്ലാണ്ട് നമ്മൾ പണ്ടത്തെ കാലഘട്ടത്തിൽ അത് പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോഴാണ് ഓരോ പാർട്ടി എമേർജിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ഇപ്പോഴത്തെ കാലത്ത് ഇല്ലാത്തത് കൊണ്ട് നമ്മളങ്ങനെ ഒരു പാർട്ടീന്റെ പാരമ്പര്യം നോക്കി ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. എന്റെ മാത്രം പെർസ്പെക്റ്റീവ് ആണ്. ആരാണ് ഏറ്റവും ബെസ്റ്റ് ആ സമയത്ത് നമ്മളുടെ ടോപ്പ് ലീഡേഴ്സ് ആയിരിക്കാനുള്ളത്, ആരാണ് ക്യാപ്പബിൾ നോക്കിയിട്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബൈ.